പ്രിയപ്രേക്ഷകരെ, റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ബിജെപി ഫണ്ട് വിനിയോഗത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി ബിജെപി നേതാവ് പി.സി. ജോർജ്. പൂഞ്ഞാർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ വലിയ തട്ടിപ്പ് നടന്നുവെന്നാണ് പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തൽ. പ്രചാരണത്തിനായി 4,45,00,000 രൂപ ചെലവായി എന്ന കണക്കാണ് തനിക്കു തന്നത്. എന്നാൽ ലിസ്റ്റിൽ പേരുള്ള പലരെയും വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പണം വാങ്ങിയിട്ടില്ല എന്ന് വ്യക്തമായി. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ നിശ്ചയിച്ച തുക പോലും നൽകിയില്ല എന്നും ബിജെപി മധ്യമേഖലാ ജനറൽ സെക്രട്ടറി സജി കുര്യാടാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്നും പി.സി. ജോർജ് പറഞ്ഞു. പരമാവധി 40 ലക്ഷം രൂപ മാത്രമേ ചെലവഴിക്കാവൂ എന്ന് ചട്ടമുള്ളപ്പോൾ എ ക്ലാസ് മണ്ഡലങ്ങളിൽ 4.5 കോടി രൂപ വീതം ചെലവഴിച്ചുവെന്നും ജോർജ് വെളിപ്പെടുത്തി. ബിജെപി യോഗത്തിനിടയിൽ പി.സി. ജോർജ് നടത്തിയ നിർണായക തുറന്നു പറച്ചിൽ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ ആരൊക്കെ അതിന് വീതം പറ്റിയിട്ടുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു. ഞാൻ ആ രൂപയിൽ തൊട്ടില്ലെന്ന് മാത്രമല്ല, മുഴുവൻ നമ്മുടെ സജി കുരിക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക കാര്യത്തിൽ ഇടപാടില്ലാത്ത സാമ്പത്തിക കാര്യങ്ങൾ അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും പിടിച്ചു വെച്ചിട്ട് ഞാൻ ചോദിച്ചൊരു സജി ആ കണക്ക് തരാമെന്ന്. ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു കണക്ക് ചെയ്യാമെന്നു. 4 കോടി 45 ലക്ഷം രൂപ ചെലവായിട്ട് കണക്കുണ്ട്. കാണിക്കാൻ കാരണം അത് കാണിച്ചത് നമ്മുടെ പാർട്ടി പ്രവർത്തകർ മൂലം നടക്കുകയാണ്. അത് പലരും വിളിച്ചു വെച്ചാൽ അവരറിയില്ല. ഉണ്ടായിരിക്കുന്നുള്ള മാത്രം ഇപ്പോഴും ഇടാൻ തരാനില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നണം, നിങ്ങൾ ആരെങ്കിലും എടുത്തോ അതില്ല. പാർട്ടികൾ വല്ലതും ചെയ്തോ വിചാരം കിടപ്പുണ്ട്. അറിയില്ല. ഒന്ന് ആലോചിച്ചു. ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് കൊടുക്കാൻ ശക്തമായ നിർദ്ദേശം കൊടുത്തു. എത്ര ബൂത്ത് കൊടുത്തു? നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയില്ല. ഇങ്ങനെയാണോ പാർട്ടി പ്രവർത്തനം? എല്ലാ ബൂത്തും 31,000 രൂപ വെച്ച് കൊടുക്കുന്നതിനുള്ള സ്ഥിരമായ തീരുമാനമെടുത്ത് പണം കൊടുക്കുക. ആ പണം അവിടെ പോയി. ഞാൻ ചെറുകാട് പഞ്ചായത്തിൽ ഒരു ബൂത്ത് പ്രസിഡന്റ്, അതായത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ 3,000 രൂപ ലീഡ് ചെയ്ത പഞ്ചായത്ത് ചെറുകാട്. ആ പഞ്ചായത്ത് ഞാൻ 2ാം സ്ഥാനത്ത് ഞാൻ അവതരിച്ചു. വോട്ടിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ നാളെ കിട്ടിയത് 50 സ്ഥാനം. അവിടെ മുഴുവൻ നമുക്ക് കിട്ടുന്നതാണ്. എന്ത് സംഭവിച്ചു? അവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് ബില്ലെത്തിയാൽ ഇതിൽ തന്നെ ഞാൻ 30 വരെ എന്ത് ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ തന്നിട്ട് ബൂത്ത് പ്രസിഡന്റ് അത് കൊടുക്കാൻ നിർദ്ദേശം വിളിച്ച് അവരെ വിളിച്ചു വരുത്തി കൊടുക്കാൻ മറന്നുപോയി. പിന്നെ വായി വന്ന് ചെയ്തതിനോട് കാര്യം കൊണ്ടുപോകാൻ ഞാൻ പണം വെച്ചാൽ കാര്യം മേടിച്ചാൽ കിട്ടും. അപ്പോ അവരോട് മാത്രം കാശ് കൊടുക്കും. ആരും കാശ് മേടിച്ചു അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫൈലുണ്ട്, അല്ലെങ്കിൽ മാർക്കറുണ്ട്. അർത്ഥം കുട്ടികളുമാണ് നമ്മുടെ പാർട്ടി. ഇങ്ങനെയാണ് പാർട്ടി. നിങ്ങൾ ആലോചിച്ചു ഇങ്ങനെ പാർട്ടികൾ പോകാൻ കഴിയുന്നു. ഞാൻ നിങ്ങൾ കുറ്റപത്രത്തിൽ മാത്രം ഒരിക്കലും കുറ്റം പറയാൻ പറ്റുന്നതല്ലേ. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവും ഇതൊക്കെ ശരിയാണ്. എല്ലാവരും കാറ് കൊണ്ടു ബിജെപിയുടെ കാശ് കൊണ്ട് കാറ് മേടിച്ചാൽ കാർ ഇടിച്ചു പോകും. ഞാൻ പറഞ്ഞു ഓട്ടിച്ചൊക്കെ തക്കും. ദൈവത്തിന്റെ ബിജെപി ഞാനാ കാര്യം. രാഹിസ് റഷീദും വി.എസ്. രഞ്ജിത്തും ടി.വി. പ്രസാദും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം രാഹിസിലേക്കാണ്. രാഹിസ്, 4.5 കോടി രൂപ വീതം എ ക്ലാസ് മണ്ഡലങ്ങളിൽ ചിലവഴിച്ചു എന്നതാണ് ഒന്ന്. അങ്ങനെ ചിലവഴിച്ചു എന്നുള്ളത് കണക്കിൽ മാത്രമാണ്. കയ്യിൽ 5 പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പി.സി. ജോർജ് പറയുന്നത്. ഓരോ ഇടങ്ങളിലും ഈ ചുമതലയുള്ള നേതാക്കൾ അത് മുഴുവൻ അടിച്ചു മാറ്റിയെന്ന ആരോപണം കൂടി ഉന്നയിക്കുകയാണ്. ഇതിപ്പോൾ 3ാമത്തെ വിവാദവുമാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം. മധു, ബിജെപിയിലെ തിരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം ഇതുവരെ പാർട്ടി ഓൺ ചെയ്തിട്ടില്ല. അതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ് എന്ന നിലപാടെടുക്കുമ്പോഴാണ് പൂഞ്ഞാറിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന അവരുടെ ദേശീയ നേതാവായ പി.സി. ജോർജ് പാർട്ടിക്കകത്ത് അദ്ദേഹം തുറന്നു പറച്ചൽ നടത്തുന്നത്. പാർട്ടിയുടെ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ചുമതല മധ്യമേഖലാ സെക്രട്ടറി ആയിരുന്ന സജി കുരിക്കാടിനായിരുന്നു. സജി കുരിക്കാടിന്റെ കയ്യിലാണ് 4.5 കോടി രൂപ പാർട്ടിയുടെ ഫണ്ട് എത്തിയത്. ആ ഫണ്ട് വേണ്ട രീതിയിൽ ചിലവഴിച്ചില്ല
എന്നതാണ് പി സി ജോർജിന്റെ വിമർശനം. തുറന്നു പറച്ചൽ. അതിൽ പി സി ജോർജ് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഫണ്ടിന്റെ കണക്ക് ചോദിച്ചു. 4,45,00,000 രൂപ ചിലവഴിച്ചതിന്റെ ഒരു കണക്ക് 3 ദിവസം കഴിഞ്ഞ് കൊണ്ടുതന്നു. ആ കണക്കിൽ പറയുന്ന പല വ്യക്തികളെയും നേരിട്ട് വിളിച്ചു. ഒരാൾക്ക് പോലും പണം കിട്ടിയിട്ടില്ല, അതേക്കുറിച്ച് മനസാവാചാ കർമ്മണ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്ന കാര്യം പി സി ജോർജ് പറയുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, പി സി ജോർജിന്റെ വീട് ഇരിക്കുന്നതിന് തൊട്ടടുത്ത പഞ്ചായത്താണ് തിടനാട് പഞ്ചായത്ത്. തിടനാട് പഞ്ചായത്തിൽ എല്ലാ കാലം സ്വതന്ത്രനായി നിന്നപ്പോൾ പോലും 3000 വോട്ടിൽ ലീഡ് ചെയ്ത പഞ്ചായത്താണ്. അവിടെ ഇത്തവണ രണ്ടാമത് പോയി. കാളകട്ടിയിലെ ഒരു ബൂത്തിൽ ഭൂരിഭാഗം വോട്ടും എനിക്ക് കിട്ടേണ്ടതാണ്. അവിടെ 50-ൽ താഴെ വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. ആ സമയത്ത് ബൂത്ത് പ്രസിഡന്റിനെ ഞാൻ വിളിപ്പിച്ചു. ഒരു ബൂത്തിൽ 31,000 രൂപ നിർബന്ധമായും കൊടുക്കണമെന്നതായിരുന്നു പാർട്ടിയുടെ നിർദ്ദേശം. ആ ബൂത്ത് പ്രസിഡന്റിനോട് 31,000 രൂപ എന്തു ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഏത് 31,000 രൂപ എന്നാണ് തിരിച്ചു ചോദിച്ചത്. അവിടെ ആ പണം കിട്ടിയിരുന്നില്ല. പണം കൊടുക്കാൻ ഏൽപ്പിച്ച ചുമതലക്കാരനെ വിളിച്ചു. ആ ചുമതലക്കാരൻ പറഞ്ഞു, ആ പണം കൊടുക്കാൻ ഞാൻ മറന്നുപോയി, ആ പണം തിരിച്ച് ഞാൻ വാങ്ങിയെന്ന് പി സി ജോർജ് പറയുന്നുണ്ട്. എനിക്ക് വായിൽ വന്ന ചീത്തയൊക്കെ വിളിച്ചു, അതിനുശേഷം ബൈബിളിൽ ആ പൈസ വെച്ചു എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രശ്നം, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നു എന്നത് വെളിപ്പെടുത്തുകയാണ് പി സി ജോർജ്. മറ്റൊന്ന്, ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടമനുസരിച്ച് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ബി ജെ പി നേതാക്കളൊക്കെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. അവരാരും തടയുന്നില്ല. അവർക്കൊക്കെ അമ്പരപ്പാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിന്റെ പ്രത്യാഘാതം അവർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഈ ദൃശ്യങ്ങളൊന്നും വേറെ എവിടെയും പുറത്തേക്ക് വന്നിട്ടുമില്ല. പക്ഷെ അവർക്കൊക്കെ, ആ വേദിയിൽ ഇരിക്കുന്നവർക്കൊക്കെ അമ്പരപ്പ് പ്രകടമാണ്. റഹീസ്, മധു, എന്ന് മാത്രമല്ല വേദിയിൽ നിന്ന് സദസ്സിലിരിക്കുന്ന ചില ആളുകളെ ചൂണ്ടി, നിന്റെ പേര് അതിനകത്തുണ്ട്, നിന്റെ പേര് അതിനകത്തുണ്ട്, നിങ്ങളൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് നേതാക്കളെ സംബന്ധിച്ച് ഒരു പാർട്ടിയുടെ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ചുമതലയുള്ള ഒരു നേതാവ് 4.5 കോടി രൂപ തിരഞ്ഞെടുപ്പ് ഫണ്ടിനായി BJP കൊടുത്തിട്ട് ആ പണം വേണ്ട രീതിയിൽ ചിലവഴിച്ചില്ല എന്ന് സ്ഥാനാർത്ഥി പറയുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ആ കണക്കിലുള്ള വിവരങ്ങൾ ഞാൻ പുറത്തുവിട്ടാൽ പ്രവർത്തകർക്ക് വലിയ വിഷമമുണ്ടാകും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്ര വൃത്തികെട്ടവന്മാരാണ് ഇവിടെ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ പോലുള്ള ഒരാളോട് ഇങ്ങനത്തെ ചതി ചെയ്യരുതായിരുന്നു, എനിക്കൊന്നും ചെയ്യാനാവില്ല, ഇത് കണ്ടും കേട്ടും ഇരിക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാനാവില്ല എന്ന തരത്തിൽ പറയുന്ന പി സി ജോർജിനെ കൂടി നമ്മൾ കണ്ടു. സാധാരണ പി സി ജോർജിനെ നമുക്കറിയാമല്ലോ. പക്ഷെ ആ പി സി ജോർജ് പറയുന്നു, ഇത്ര വൃത്തികെട്ടവന്മാരാണ് ഇതിന് പിന്നിലുള്ളത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഈ പ്രസംഗം നടത്തുന്നത് ജൂലൈ മാസം 18-ാം തീയതിയാണ്. എരുമേലിയിൽ വെച്ച് BJPയുടെ ഒരു കേഡർമാരുടെ നേതാക്കളുടെ ഒരു ക്യാമ്പാണ് ഈ പ്രസംഗം. ക്യാമ്പിൽ വെച്ചാണ് ഈ പ്രസംഗം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിലിരിക്കുന്ന പല ആളുകളും പണം കൈപ്പറ്റി എന്ന് BJPയുടെ മധ്യമേഖലാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ കണക്കിലുണ്ട് എന്ന കാര്യം പറയുന്നു. മറ്റൊരു കാര്യം കൂടി പി സി ജോർജ് പറയുന്നുണ്ട്, പലരും കാറ് വാങ്ങുകയാണ്. ആ കാറ് BJPയുടെ പൈസ പറ്റിച്ചുണ്ടാക്കിയ കാർ ഓടിക്കുന്നവനൊന്നും നേരെ ചൊവ്വേ പോവില്ല, ഇടിച്ച് തകരും ആ കാറ് എന്ന് പറയുന്നുണ്ട്. ഇത് ദൈവം തമ്പുരാൻ കാണുന്നുണ്ട്, എന്റെ പ്രാക്കാണ്, പി സി ജോർജിന്റെ പ്രാക്കാണ് എന്ന് നിസ്സഹായ അവസ്ഥയിൽ പറയുന്ന ഒരു പി സി ജോർജിനെ കൂടി ഇതിൽ കണ്ടു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയെടുക്കേണ്ട ഒരു പ്രസംഗമാണ് പി സി ജോർജ് നടത്തിയിരിക്കുന്നത്. കാരണം 4.5 കോടി രൂപയുടെ കണക്ക് പൂജാർ മണ്ഡലത്തിൽ പാർട്ടി ചെലവഴിച്ചു എന്ന കണക്ക് പാർട്ടിയുടെ ചുമതലക്കാരന്റെ കയ്യിലും പി സി ജോർജിന്റെ കയ്യിലുമുണ്ട്. അത് എത്ര ചെലവഴിച്ചു എന്ന് പി സി ജോർജിന് സംശയമുണ്ടെങ്കിലും 4.5 കോടി ചെലവഴിച്ചു എന്ന കണക്കുണ്ട് എന്ന് പി സി ജോർജ് പറയുകയാണ്. എന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം ഈ 4.5 കോടി രൂപ എത്തിയിട്ടുണ്ട് എന്ന് കൂടിയാണ് പി സി പറയുന്നത്.